നോർത്ത് പറവൂർ പട്ടണം വ്യാകുലാംബിക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടികയറി. വികാരി ഫാദർ ജോസഫ് തെക്കിനേടത്ത് കൊടികയറ്റം നടത്തി. തുടർന്ന് നടന്ന ദീപബലിക്ക് തിരുഹൃദയ മൈനർ സെമിനാരി സ്പിരിച്വൽ ഫാദർ ജോമോൻ മാടവരക്കാട്ട് നേതൃത്വം നൽകി. ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, പഠിച്ച ഉടനെ ജോലി കിട്ടി, ഭാഗ്യമാണ്, അവൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ അവന് നല്ല ജോലി കിട്ടി. ചില പിള്ളേർ പറയാറുണ്ട്, ഒരു ഭാഗ്യം വെച്ചാൽ പഠിച്ചിറങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവരെ മനസ്സിനിണങ്ങിയ ഒരു ജോലി കിട്ടിയിട്ടില്ല. ചില കുട്ടികളൊക്കെ പറയാം, അവരൊക്കെ IELTS OET ഒക്കെ പരീക്ഷയൊക്കെ എഴുതി ആദ്യത്തെ പരീക്ഷ തന്നെ പാസ്സായി, ഭാഗ്യമില്ല. ചില കുട്ടികൾ പറയും അല്ല ഭാഗ്യമാണ്, ചില കുട്ടികളൊക്കെ പറയും പലതവണ എഴുതിയിട്ടും ജയിക്കുന്നില്ല, ചില ഭാഗ്യമില്ല. ചിലർ പറയാറുണ്ട്, കല്യാണാലോചന തുടങ്ങിയുള്ളൂ ഉടനെ തന്നെ നടന്നു, ഭാഗ്യമുള്ള മോളാണ് അല്ലെങ്കിൽ ഭാഗ്യമുള്ള മകനാണ്. ചിലർ പറയാറുണ്ട്, വർഷങ്ങളായി ആലോചിച്ചുകൊണ്ടിരിക്കുക, പല പെണ്ണുകാണിൽ കഴിഞ്ഞു, ഇതുവരെ നടക്കുന്നില്ല, അതുകൊണ്ടൊരു ഭാഗ്യമില്ല. അച്ഛാ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭൗതികമായിട്ടുള്ള സൗഭാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭാഗ്യവും ദൗർഭാഗ്യവും അളക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സേവനം ചെയ്തൊരു പള്ളിയിൽ ഒരമ്മാമിക്ക് 100 വയസ്സായി. അപ്പോൾ 100ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ അവിടെ സേവനം ചെയ്തു കഴിഞ്ഞാൽ അച്ഛന്മാരെയൊക്കെ വിളിച്ചു. അമ്മാമിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ വരും, ആരോഗ്യവതിയായിട്ടുള്ള അമ്മാമിയാണ്, നന്നായിട്ടൊക്കെ സംസാരിക്കപ്പോഴും. അപ്പം ഞങ്ങളെല്ലാവരും അമ്മാമയെ കുറിച്ച് പറയും, ഭാഗ്യവതിയായ അമ്മയാണ്, കാരണം 100 വർഷം വരെ ജീവിക്കാൻ സാധിച്ചല്ലോ. ഞാനും ആശംസയിൽ പറഞ്ഞു ഭാഗ്യവതിയായ അമ്മയാണെന്നൊക്കെ. പക്ഷെ മറുപടി പ്രസംഗത്തിന്റെ സമയത്ത് ഈ അമ്മ പറയുന്നത്, ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം കെട്ട അമ്മ ഞാനാണ്. അപ്പം ഞങ്ങളൊക്കെ ആദ്യം എന്തോ പോലെ, കാരണം നമ്മൾ ഇത്രയും നേരം അമ്മാമ്മയെ പുകഴ്ത്തി ഭാഗ്യവതി എന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മ നേരെ വെട്ടുകയാണ്, ഈ ഭൂമിയിൽ ഭാഗ്യം കെട്ടപ്പോൾ ഞാനാണ്. കാരണം അമ്മാമ്മയ്ക്ക് 13 മക്കളായിരുന്നു, അതിൽ 7 പേര് മരിച്ചു. കാരണം അമ്മാമ്മയ്ക്ക് 100 വയസ്സെന്ന് പറയുമ്പോൾ മക്കൾക്ക് ഏറ്റവും മൂത്ത മോനെ ഏകദേശം 80 വയസ്സിനടുത്ത് പ്രായമുണ്ട്. അപ്പം അമ്മാമ്മ പറയുന്നത്, എൻ്റെ 13 മക്കളിൽ 7 പേര് മരിച്ചു, 7 പേരുടെ ശവസംസ്കാരം കാണേണ്ടി വന്ന ഭാഗ്യം കെട്ട അമ്മയാണ് ഞാൻ. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. വൈകിട്ട് 4:30 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ മാർട്ടിൻ പാലത്തിങ്കൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ വചന സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം. ജനറൽ കൺവീനർ റോബിൻ തോമസ്, ഷീബ ബെന്നി, കൈക്കാരന്മാരായ പൗലോസ് കുഴിപ്പള്ളി, ജോഷി പടയാട്ടി, ലിജോഷ് ജോണി എന്നിവർ വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.